അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസിലെ ഇല്ലസ്ട്രേഷൻ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വെൻ ക്ലോസിംഗ് ദ ബുക്സ് ഓഫ് എ ബാങ്ക് ഓൺ 31st March 2021, you find in the loan ledger an unsecured balance of 2 lakh in the account of a merchant whose financial condition is reported to you as bad and doubtful. അതായത് 31 മാർച്ച് 2021 ഒരു ബാങ്ക് അവരുടെ ബുക്സ് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു മെർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിൽ 2 ലാക്കോളം വരുന്ന ലോണ് ബാലൻസ് ഉണ്ടെന്നാണ് പറയണേ. ആ മെർച്ചൻറ്റിൻ്റെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ എന്താണ്? ബാഡും ഡൗട്ട്ഫുള്ളും ആണ്. അതോടൊപ്പം ഇൻട്രസ്റ്റ് ഓൺ ദ സെയിം അക്കൗണ്ട് എമൗണ്ടഡ് ടു 20,000 ഡ്യൂറിങ് ദ ഇയർ. ഈ ലോണിൻ്റെ ഇൻട്രസ്റ്റ് 20,000 രൂപയോളം വരുന്നുണ്ട്. ഹൗ വുഡ് യു ഡീൽ വിത്ത് ദിസ് ഐറ്റം ഓഫ് ഇൻട്രസ്റ്റ് ഇൻ 2021 അക്കൗണ്ട്? ഈ ഇൻട്രസ്റ്റ് നമ്മൾ 2021 അക്കൗണ്ടിൽ എങ്ങനെയാണ് കാണിക്കേണ്ടതെന്നാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോർമലി ഒരു ഇൻട്രസ്റ്റ് ഇൻകം എന്നൊക്കെ പറയുമ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് ഇൻകം ആയിട്ട് കാണിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് കാണിക്കും. പക്ഷേ ഇവിടെ നോട്ട് ചെയ്ത് പറയേണ്ട കാര്യം, ഈ മെർച്ചൻറ്റിൻ്റെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ എന്താണ്? ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ആണ്. അപ്പോൾ ഇതൊരു ഡൗട്ട്ഫുൾ ഡെറ്റാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ആ സെപ്പറേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടാണ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിനെ നമ്മൾ ആദ്യം ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റും. ഇനി ഈ ഇൻട്രസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് മാറ്റും, അല്ലെങ്കിൽ അത് ബാഡ് ഡെറ്റ് ആയിട്ട് എഴുതി തള്ളും. അപ്പോൾ ഡ്യൂറിങ് ദ ഇയർ 21-22 the bank accepts 75 paise in the rupee on account of the total debt due up to. ഇനി മൊത്തം തരാനുള്ളതിൻ്റെ 75% മാത്രം തന്ന് ബാങ്ക് അത് ആക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറയണേ. ഷോ ദ എൻട്രീസ് ആൻഡ് നെസസറി അക്കൗണ്ട്സ് ഷോയിങ് ദ അൾട്ടിമേറ്റ് എഫക്ട്സ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഇൻ 21-22 ബുക്സ്. 21-22 ബുക്കിൽ നമ്മൾ ഈ എഫക്റ്റ് എങ്ങനെ കാണിക്കുക, ഈ ബുക്സിൽ എങ്ങനെ എഫക്റ്റ് കാണിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം എൻട്രികൾ എങ്ങനെ വരുന്നത് നോക്കാം. ഇൻ ദ ബുക്ക് ഓഫ് ബാങ്ക് ജേണൽ. ഇപ്പോൾ ഫസ്റ്റത്തെ എൻട്രി എന്ന് പറയുന്നത് എന്താ? മെർച്ചൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. ആദ്യം ഞാൻ പറഞ്ഞു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഈ ഡെറ്റിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എൻട്രിയാണ് മെർച്ചൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. എത്ര ഇൻട്രസ്റ്റ് ഉണ്ട്? 20,000 ഇൻട്രസ്റ്റ് ഡ്യൂ ആയത് നമ്മൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓൺ 21 മാർച്ച് 31. ഇവിടെ ടോട്ടൽ ഡ്യൂ എന്ന് പറയുമ്പോൾ 2 ലാക്ക് ആൾ തരാനുണ്ട്. അതിൻ്റെ ഇൻട്രസ്റ്റ് 20,000, മൊത്തം 2,20,000 റുപ്പീസാണ് ഡ്യൂ ആയിട്ടുള്ളത്. പക്ഷേ ഈ എത്രയാണ് തരുന്നതെന്ന് പറയുന്നത് 70.75 എന്ന് പറയുമ്പോൾ 75% മാത്രമേ ആൾ തരുന്നുള്ളൂ. അപ്പോൾ 2 ലാക്കിൻ്റെ 75% എന്ന് പറയുമ്പോൾ 1,50,000 വരും. അതേപോലെ ഇൻട്രസ്റ്റും ആൾ അങ്ങനെയാണ് 0.75% തരുന്നുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 20,000. അതിൻ്റെ 75% എന്ന് പറയുമ്പോൾ 15,000 റുപ്പീസ്. അപ്പോൾ 2,20,000 തരേണ്ട സ്ഥലത്ത് ആൾ എത്രയേ തരുന്നുള്ളൂ? 1,65,000 തരുന്നുള്ളൂ. അപ്പോൾ ഈ 2 ലാക്കിൽ എത്ര ബാലൻസ് ഉണ്ട്? 50,000 ബാലൻസ് ഉണ്ട് അല്ലേ? അതേപോലെ ഇൻട്രസ്റ്റിൽ 20,000 മൈനസ് 15,000 വരുമ്പോൾ 5,000 റുപ്പീസ് ബാലൻസ് ഉണ്ട്. ഇത്രയാണ് നമുക്ക് ആൾ തരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ബാഡ് ഡെപ്റ്റ്. ഈ 50,000 ആൻഡ് 5,000 ഇതാണ് ബാഡ് ഡെപ്റ്റ്. രണ്ടാമത്തെ എൻട്രി ഈ അഡ്ജസ്റ്റ്മെൻറ്റാണ് പറയണത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇൻട്രസ്റ്റ് നമ്മൾ റിസീവ് ആയി കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് മാറ്റും. റിസീവ് ആവാത്ത എമൗണ്ട് നമ്മൾ ബാഡ് ഡെപ്റ്റ് ആയിട്ട് എഴുതി തള്ളുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എൻട്രിയാണിത്. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് 20,000ൽ 15,000 നമുക്ക് കിട്ടും. പക്ഷേ ബാക്കി 5,000 ബാഡ് ഡെപ്റ്റ് ആയിട്ട് കാണിക്കണം. അതേപോലെ ബാഡ് ഡെപ്റ്റ് അക്കൗണ്ടിലേക്ക് ബാക്കി 1,50,000 നമുക്ക് കിട്ടും 2 ലാക്കിൽ നിന്ന്. ബാക്കി 50,000 ബാഡ് ഡെപ്റ്റ് ആയിട്ട് ടോട്ടൽ
55,000 ആണ് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഈ മെർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. അതാണ് സെക്കൻഡ് എൻട്രി വരുന്നത്. തേർഡ് എൻട്രി എന്ന് പറയുമ്പോൾ സിമ്പിളാണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മെർച്ചൻ്റ് അക്കൗണ്ട്. അതായത് 2 lakhൻ്റെ 75% നമുക്ക് കിട്ടുന്നുണ്ട് പറഞ്ഞില്ലേ, ആ 75% ആണ് ക്യാഷ് ആയിട്ട് നമുക്ക് കിട്ടിയ എൻട്രിയാണ് ഈ കാണിച്ചിട്ടുള്ളത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മെർച്ചൻ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ എൻട്രി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് മാറ്റണം എന്ന് ഞാൻ പറഞ്ഞു. ആ എൻട്രിയാണ്. ഇൻട്രസ്റ്റ് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 20,000ൻ്റെ 75%, അതായത് 15,000 രൂപ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് മാറ്റുന്ന എൻട്രിയാണ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എൻട്രീസ് കറക്റ്റ് ആയാൽ തന്നെ നമുക്ക് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ മെർച്ചൻ്റ് അക്കൗണ്ടാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം മെർച്ചൻ്റ് എന്ന് പറയുമ്പോൾ ആരാണ്? ഡെറ്ററാണ്. അപ്പോൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് പോലെ നമ്മൾ ഇത് ട്രീറ്റ് ചെയ്താൽ മതി, അങ്ങനെ വിചാരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ബാലൻസ് എത്രയുണ്ട്? ആളുടെ അക്കൗണ്ടിൽ 2 lakh ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ എൻട്രി 20,000 എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു, അതിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 21 March 31 ആകുമ്പോൾ ബാലൻസ് 2,20,000 അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുക. 22 March ക്യാഷായിട്ട് നമുക്കൊരു 1,65,000 കിട്ടും. അതായത് 2 lakhൻ്റെ 75% ആയിട്ടുള്ള 1,65,000 ഉണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് സസ്പെൻസിൽ ഒരു 5,000 രൂപ പോയിട്ടുണ്ട്. ബാക്കി ബാഡ് ഡെപ്റ്റ് 50,000. അങ്ങനെ ഈ അക്കൗണ്ട് ക്ലോസ് ആവും. അടുത്ത അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടാണ്. 21 ഫസ്റ്റ് ഇയർ വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. സെക്കൻഡ് ഇയറിലാണ് മെർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിൽ ഒരു 5,000 ബാഡ് ഡെപ്റ്റായി പോയതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അതായത് കിട്ടിയത് 15,000 ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബാലൻസ് 20,000. അങ്ങനെ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്.